കാനഡയുടെ മേലും മറ്റ് വിവിധ രാജ്യങ്ങളുടെ മേലും പുതിയ താരിഫ് ഏർപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം. ഏപ്രിൽ 2 മുതലാണ് പുതിയ ഓട്ടോ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കാർ ഇമ്പോർട്ട് താരിഫുകൾ ഇനി വരാനുള്ള സാധ്യത. ഈ ദിവസങ്ങളിൽ എല്ലാ ഇൻഡസ്ട്രികളെയും അത് ബാധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാനഡയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ, പ്രധാനമായിട്ടും കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളെയും ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാനഡയിൽ കാറുകൾ പൂർണ്ണമായി നിർമ്മിക്കപ്പെടുന്നില്ല. US ബോർഡർ കടന്ന് പല പാർട്സുകളും 5 6 തവണ പോയി വന്ന ശേഷമാണ് പൂർണ്ണമായി ഒരു കാറായിട്ട് ഇവിടെ രൂപപ്പെടുന്നത് എന്ന് പറയുന്നത്. കാനഡയിലും US-ലുമായി നിരവധി ആളുകൾക്കാണ് ഇനി ജോലി നഷ്ടമാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും 5 ലക്ഷം ആളുകൾക്കോളം 500,000 ആളുകൾക്കോളം ജോലി നഷ്ടപ്പെടും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഓട്ടോ മാനുഫാക്ചറിങ് സെക്ടറിലാണ് ജോലികൾ നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ കാനഡയ്ക്കും മറ്റു രാജ്യങ്ങളുടെ മേലും ഓട്ടോ ഇമ്പോർട്ട്സിൽ, പ്രത്യേകിച്ചും കാർ ഇമ്പോർട്ട്സിലും ലൈറ്റ് ട്രക്ക് ഇമ്പോർട്ട്സിലും ആണ് അമേരിക്ക താരിഫ് ചുമത്തിയിരിക്കുന്നത്. 25% അധിക താരിഫാണ് ചുമത്തിയിരിക്കുന്നത്. നോർത്ത് അമേരിക്കൻ ട്രേഡ് എഗ്രിമെന്റ് പ്രകാരം 3 രാജ്യങ്ങളിലായിട്ടാണ് കാർ നിർമ്മാണം പൂർത്തിയാകുന്നത്. മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമാണ് അത് നടക്കുന്നത്. ഈ സമയത്തെല്ലാം ഓരോ പാർട്സുകളും, കാറിൻ്റെ വിവിധ പാർട്സുകൾ, എൻജിൻ പാർട്സുകളാവാം, ബോഡി പാർട്സുകളാകാം, മറ്റ് നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ ആവാം, ഇതെല്ലാം പല സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. 6 തവണ വിവിധ രാജ്യങ്ങൾ കടന്നാണ് ഒരു പൂർണ്ണമായ കാറായിട്ട് മാറുന്നത്. ഇതൊരു ചെയിൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഈ പോക്കിലും വരവിലുമെല്ലാം ഇതുപോലെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വഷളാവും. നിരവധി പ്ലാന്റുകളാണ് ഇനി അടച്ചുപൂട്ടാൻ വേണ്ടി പോകുന്നത്. വിവിധ കമ്പനികളുടെ പ്ലാന്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ പല സപ്ലയേഴ്സും അവരുടെ ഗോഡൗണുകളും പിന്നെ വെയർഹൗസുകളും ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോകളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാനഡയുടെ ഇക്കോണമിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാനഡ ഇലക്ഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണിത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷനുണ്ട്. ഇടക്കാല മന്ത്രിസഭയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. അടിയന്തര യോഗം ഈ കഴിഞ്ഞ ദിവസം മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാനഡയുടെ മേലുള്ള നേരിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് ഇത് എന്നാണ്. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി US പ്രസിഡന്റിനെ സന്ദർശിക്കാനൊന്നും പോയിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് അദ്ദേഹം. ഇവിടുത്തെ ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ, പ്രത്യേകിച്ചും കാർ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കാനഡയിൽ തന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് പല ട്രേഡ് കരാറുകളും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ ട്രേഡ് ബാരിയേഴ്സ് ജൂലൈയോടുകൂടി എടുത്തു മാറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റേർണൽ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊവിൻസിൽ നിന്ന് മറ്റ് പ്രൊവിൻസിലേക്ക് കച്ചവടം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US-ലോട്ടുള്ള കച്ചവടം വളരെ എളുപ്പമായിരുന്നു നേരത്തെ. അത് കാരണം ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി ആയിരുന്നു ഇവിടുത്തെ ബിസിനസ്സുകാർ കൊടുത്തിരുന്നത്. എന്നാൽ ഈ സംഗതി വന്നതോടെ, പ്രത്യേകിച്ചും ഇത്തരം ട്രേഡ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി കാനഡയിലെ കാര്യങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോഴത്തെ ടീം കാനഡ. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പല പല കാരണങ്ങൾ പറഞ്ഞാണ് ആദ്യം പ്രധാനമായിട്ടും ഫെന്റനൈൽ അങ്ങോട്ട് ഒഴുകുന്നുണ്ട്, അതിർത്തി ശക്തിപ്പെടുത്തണം, പിന്നെ ഇവിടെ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹം ഗോൾ പോസ്റ്റ് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടായിരിക്കാം ഇനി ഗോൾ അടിക്കേണ്ടത്. അത് കാരണം ഒരു കാര്യത്തിലും ഒരു തീരുമാനവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലൊന്നും ഉണ്ടായിട്ടില്ല. ഡഗ് ഫോർഡ് ഇവിടുന്ന് പോയി അവിടെ ചർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്കൊന്നും ഒരു വിലയും ഇവർ കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യവും ഒരു പരമാർത്ഥമാണ്. ആയതിനാൽ മാർക്ക് കാർണി അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴേക്കും ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ്.
ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ LMIA പോയിന്റ്സ് ഉണ്ടാവില്ല എന്ന് ഒഫീഷ്യലായിട്ട് CISയുടെ വെബ്സൈറ്റിലുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. LMIA എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലുള്ള ഒരു കമ്പനിക്ക് ഇവിടെ നിന്ന് ആളെ കിട്ടുന്നില്ലെങ്കിൽ പുറം രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസ് ആയിട്ട് ഇവിടെ താമസിക്കുന്നവരെ ജോലിക്ക് എടുക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് വരുന്നത്. സാധാരണഗതിയിൽ ആ സർട്ടിഫിക്കറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒരാൾക്ക് PR-ലേക്ക് 50 മുതൽ 200 വരെയുള്ള പോയിന്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യതയാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും LMIA കമ്പനികൾ കൊടുക്കുന്നതിൽ പല ക്രമക്കേടുകളും ഗവൺമെൻറ്റിന് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പേപ്പർ കൊടുക്കുന്നതിന് വേണ്ടി പണം വാങ്ങുക, അല്ലെങ്കിൽ ആ കമ്പനിയിൽ തന്നെ ആളെ ചൂഷണം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആയതിനാലാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നത്. ഇത് നേരത്തെ അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അറിയാൻ സാധിച്ചത് പല ആളുകളും പ്രത്യേകിച്ചും ഇവിടെ ജോലി ചെയ്യുന്നവർ അവർ പൈസ കൊടുത്ത്, അതായത് 25-30 ലക്ഷം രൂപ നാട്ടിലെ പൈസ കൊടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ജോലി തരപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഒക്കെ പൈസ പോയത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിന് പോയിന്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ പോളിസികളിൽ ഇങ്ങനെ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൊടുക്കുന്ന സമയത്തെ അല്ലെങ്കിൽ പണം കൊടുക്കുന്ന ആ സമയത്തെ അവസ്ഥയായിരിക്കില്ല പിന്നീടുള്ളത്. കാനഡയിലേക്ക് പഠിക്കാൻ വരുമ്പോൾ തന്നെ അതിൽ വ്യക്തമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ കാനഡയിൽ പഠിക്കാനായിട്ടാണ് വരുന്നത്. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജിലാണ് വരുന്നത്. ഇവിടെ വന്ന ശേഷം പഠനത്തിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 വർഷം കൂടെ ഇവിടെ നിൽക്കാൻ സാധിക്കും. അതെല്ലാം നമ്മൾ ഒരു പേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിന് ശേഷം ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും ഏജൻസികളിൽ നിന്നൊക്കെയുള്ള കരിയർ അഡ്വൈസ് സ്വീകരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേപ്പറുകളൊക്കെ മറ്റാരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനാൽ കാനഡയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതുന്നത് അവർ തന്നെയായിരിക്കണം. റിസർച്ച് ചെയ്ത് പഠിച്ചു വേണം അത് എഴുതാൻ വേണ്ടി. അതിനുശേഷം കിട്ടുന്ന വിസയ്ക്കേ ഉള്ളൂ വാലിഡിറ്റി ഉള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടാവും. കാനഡയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവാൻ ഇത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല ഡിസിഷനുകൾ പ്രത്യേകിച്ചും കരിയറിൽ എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് കോഴ്സ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കാനഡയിലേക്ക് നല്ല കോളേജുകൾ പഠിക്കാൻ വേണ്ടി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. SPS ഇൻ്റർനാഷണൽ നമ്പർ. അതോടൊപ്പം തന്നെ PR-ൽ ഇവിടെയുള്ളവർക്ക് അല്ലെങ്കിൽ PR-ൽ ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പല കോഴ്സുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് കാനഡയിൽ പഠിക്കാനുള്ള, പ്രത്യേകിച്ച് ഒണ്ടേരിയയിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിലാണെങ്കിലും ഉള്ള കോളേജുകൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. കാനഡ ഇലക്ഷൻ ചൂടിലും താരിഫ് ചൂടിലുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫ്രീസിങ് റെയിൻ കാനഡയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒണ്ടേരിയോ ഭാഗങ്ങളിലൊക്കെ ഐസ് മഴ പെയ്യുന്നുണ്ടായിരുന്നു വീക്കെൻഡിൽ. എങ്കിലും ചർച്ചകളെല്ലാം ചൂടുപിടിച്ച് തന്നെ നിൽക്കുകയാണ്. പ്രധാനമായിട്ടും അമേരിക്കയിൽ നിന്നുള്ള താരിഫ് ഭീഷണിയും കാനഡയുടെ സോവറിനിറ്റിയും തന്നെയാണ് ഇലക്ഷനിലെയും പ്രധാന ചർച്ച എന്ന് പറയുന്നത്. ലിബറൽ ഗവൺമെൻറ് ആയിരിക്കുമോ ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്, അതോ കൺസർവേറ്റീവോ NDPയോ ആണോ വരാൻ പോകുന്നത്? ഇലക്ഷൻ വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നില നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലിബറൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. NDPയുടെ സ്ഥിതിയും മോശമാണ്. ഈ 20 നമുക്കറിയാം ആരാണ് ഭരണത്തിൽ ഏറുന്നതെന്ന്. ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ 2024 ഒത്തിരി പോളിസി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവർ അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയറായി അതിനുശേഷം നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമുകളും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്നത് മാർച്ച് 31 വരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. അത് നാളെയാണത് വരുന്നത്. അത് ഈ ഹോം സപ്പോർട്ട് വർക്കർ എന്ന ഒരു പ്രോഗ്രാം, പൈലറ്റ് പ്രോഗ്രാമാണ് വരുന്നത്. 5500 പേർക്കാണ് അതിൽ അപേക്ഷ കൊടുക്കാവുന്നത്. നിരവധി ആളുകൾ അതിൻ്റെ അകത്ത് ഓൺലൈൻ സിസ്റ്റത്തിൽ കൂടി നേരിട്ട് PR-ന് അപേക്ഷിക്കാവുന്ന ഒരു പ്രോസസ്സ് ആയത് കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അപേക്ഷകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ നമുക്ക് മുന്നോട്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. നമുക്കറിയാം ഇപ്പോഴത്തെ വെതറൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ
ങ്ങളിലൊക്കെ ഫ്രീസിങ് റെയിൻ ഉണ്ടായിരുന്നു. വീക്കെൻഡിലൊക്കെ ഫ്രീസിങ് റെയിൻ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ സീസൺ അങ്ങ് കഴിഞ്ഞാലേ ഉള്ളൂ, അതായത് ഒന്ന് സ്റ്റേബിൾ ആവുകയുള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൃഷി ഇറക്കാനോ പറ്റുന്ന ഒരു സമയമല്ലത്. കാരണം ഡീപ്പ് ഫ്രോസ്റ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്രീസ് ആവുന്ന ഒരു സമയമാണ്. ആ സമയത്തൊക്കെ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലൊന്നും കയറി വരികയില്ല. പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ പലരും പല സമയങ്ങളിലായിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ചും PR-ലുള്ളവരാണെങ്കിലോ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ ഇപ്പോൾ ലഭിക്കുന്നതാണ്. നിരവധി ആളുകൾക്ക് ഇപ്പോൾ ആളുകളെ ആവശ്യമായിട്ടുണ്ട്. 1-2 വീടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ കോൺടാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അയച്ചാൽ മതി. biju@canadianskills.ca ഒരു ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ ആ ലീഡ്സ് നിങ്ങൾക്ക് അയച്ചു തരാം. എന്നിട്ട് ആ ഹൗസിൻ്റെ ഓണറോട് നിങ്ങൾ നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. US-ലെ വാർത്തകളൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു, വോളണ്ടറി ഫോം വഴി പലരും ഗ്രീൻ കാർഡ് സൈൻ ചെയ്തതായിട്ട്, അതായത് സറണ്ടർ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്തതായിട്ട്. അറിയാതെ പറ്റിപ്പോകുന്നതാണ് ആളുകൾക്ക്. പ്രത്യേകിച്ചും എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും പോലീസ് ഓഫീസേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ഒരു ഫോം കൊടുത്തു കഴിയുമ്പോഴേക്കും സൈൻ ചെയ്തങ്ങ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കരുത്. എന്ത് കാര്യമാണെങ്കിലും, പ്രത്യേകിച്ചും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണെങ്കിൽ അത് മറ്റൊരാളുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം അവിടെ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററെ നമുക്ക് ചോദിക്കാം. അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഈ കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ ലോയേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരു ഓഫീസർക്കും US-ലെ ഗ്രീൻ കാർഡ് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാനുള്ള അനുവാദമില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി സറണ്ടർ ചെയ്താലേ ഉള്ളത് സറണ്ടർ ആവുന്നുള്ളൂ. അത് കാരണം വളരെ ശ്രദ്ധിക്കുക. കാനഡയിലെ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും നിങ്ങൾ ടെമ്പററി റെസിഡൻറ്റ് വിസയിൽ ഇവിടെ വരുമ്പോഴും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പേരൻസ് വിസയിലൊക്കെ വരുന്നവരുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇവിടുത്തെ CBSA ഓഫീസേഴ്സ് പല ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചേക്കാം. അതിൽ പ്രധാന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ രേഖ എന്ത് എന്ന് അവരെ കാണിക്കാൻ പറയും. അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ വസ്തുക്കൾ എന്തൊക്കെയാണ്, കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ നാട്ടിൽ നിന്ന് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടോ, മീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇതാണ് അവർക്ക് ചോദിക്കാനുള്ള അനുവാദമുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് അവിടെ വെച്ച് ഒപ്പിടാനോ അല്ലെങ്കിൽ നിർബന്ധിക്കാനുള്ള അനുവാദമൊന്നും അവർക്കില്ല. അപ്പോൾ നിയമസഹായം ഉടനെ തന്നെ അപേക്ഷിക്കുക. പ്രത്യേകിച്ചും മനസ്സിലാക്കിയെടുക്കുക, കാനഡയിലെ CBSA ഓഫീസേഴ്സിന് ഇപ്പോൾ പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. US-ലുള്ളവരാണെങ്കിലും ഇതേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ US-ലോട്ടോ കാനഡയിലോട്ടോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ട്രാവൽ അഡ്വൈസറീസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ പോയി വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ രേഖകളുടെയും ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് നമ്മൾ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് അത് മാത്രമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് മൊബൈൽ വർക്ക് ചെയ്യണമെന്നില്ല. അത് കാരണം ഹാർഡ് കോപ്പീസ് കരുതുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.